ട്രഡീഷണൽ ഫേമസ് ഐറ്റമായ ഈന്തും പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 കിലോ ഈന്ത് ഓവർനൈറ്റ് അല്ലെങ്കിൽ മിനിമം 6 മണിക്കൂർ സോക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഒരു ടവലിലിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് മിക്സിയിൽ നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പ് പുഴുങ്ങലരി പൊടി, ഞാനിവിടെ ആമീസ് ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. ആവശ്യമുള്ള ഉപ്പിട്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ഡോ ആയി കുഴച്ചെടുക്കാം. എന്നിട്ട് പ്രഷർ കുക്കറിലേക്ക് 1/2 കിലോ ബീഫിലേക്ക് 2 ഉള്ളി സ്ലൈസ് ചെയ്തത്, ഒരു തക്കാളി ചേർത്ത് ഒരു മിക്സറിലേക്ക് 12 ചെറിയുള്ളി, 10 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഒന്നിച്ച് ക്രഷ് ചെയ്തത് കൂടി ബീഫിലേക്ക് ചേർത്തിട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ബീഫ് ടെൻഡർ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി കുഴച്ചെടുത്ത ഡോ ഇതുപോലെ ചെറിയ പീസ് എടുത്ത് കയ്യിൽ വെച്ച് പിടിന്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാകുമ്പോൾ മുമ്പിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തിളക്കുന്ന വെള്ളത്തിൽ ഉരുട്ടിയെടുത്ത കംപ്ലീറ്റ് പിടി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇട്ടപാട് മിക്സ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് അടച്ചു വെച്ചാൽ മാത്രം മതി. 10 മിനിറ്റ് കുക്കായി ലിഡ് തുറന്നാൽ ഇതുപോലെ പിടി മേലോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഈ വെള്ളം കംപ്ലീറ്റ് സ്ട്രെയിൻ ചെയ്ത് പിടി മാത്രം മാറ്റി വെക്കാം. എന്നിട്ട് തേങ്ങ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കടായിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് 4 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് അരക്കപ്പ് തേങ്ങ ഇട്ട് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്ത് ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയാൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് ടെക്സ്ചറിൽ അരച്ചെടുക്കാം. ഇനി കംപ്ലീറ്റ് മിക്സിങ്ങിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ ഉലുവ, 3 ചെറിയുള്ളി കട്ട് ചെയ്തത്, കറിവേപ്പില ഇട്ട് പൊട്ടുമ്പോൾ നേരത്തെ കുക്ക് ചെയ്ത ബീഫ് ഗ്രേവിയോട് ഒഴിച്ച് റോസ്റ്റ് ചെയ്ത തേങ്ങന്റെ അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുത്ത് ഈന്തുംപിടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്താൽ കട്ടയിൽ ഇതുപോലെ ഉടഞ്ഞു കിട്ടും. എന്നിട്ട് അടച്ചു വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്താൽ ഗ്രേവി കുറുകി നല്ലപോലെ മിക്സ് ആയി കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാം. ഈന്തുംപിടി പഴയ കാലത്ത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ ബി ബാക്ക് സൂൺ വിത്ത് another വീഡിയോ.